കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ വിശുദ്ധ സഭാരാധനയായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും വിക്ടറി ഇൻ്റർനാഷണൽ ഏജ് വർഷിപ്പ് സെൻ്ററിലേക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ആമേ സ്തോത്രം, ഇത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഒരു 48 മണിക്കൂറൂടെ കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മളെ ദൈവം കൊണ്ടുവന്നു. നമ്മളാരും നിന്നതല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ സാമർഥ്യമല്ല, ദൈവം നമ്മളെ നിർത്തി. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവം നമ്മളെ നിർത്തിയതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കായി ദൈവം നമ്മളെ നിർത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ മിടുക്കർ, നമ്മളെക്കാൾ സമ്പന്നർ, എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്തുനിന്ന് ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ഇന്ന് പകൽ എന്താ നമുക്ക് പ്രശംസിക്കാനുള്ളത്? കൃപയല്ലാതെ ഒന്നും പറയുവാനില്ല. 2024 തുടക്കത്തിൽ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ട പലരും ഇന്ന് ഈ ഭൂമിയിലില്ല. പലരും ആശുപത്രികളിൽ അഭയം പ്രാപിച്ചു. പലരും ശരീരം തളർന്നു പോയി. എത്രയെത്ര പ്രതികൂലങ്ങളിലൂടെ ഒരു കൂട്ടം ജനം കടന്നുപോയപ്പോൾ അതിൻ്റെ നടുവിലൂടെ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബലമല്ല ഇന്ന് പകൽ നമ്മളിവിടെ ഇരിക്കുന്നത്. സ്തോത്രം. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ ദൈവം നമ്മളെ മറച്ചു. ഇന്ന് പകൽ എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാകും, എത്രത്തോളം നമ്മൾ ദൈവത്തിന് നമ്മൾ നന്ദി പറയും. ആ ദൈവത്തിൻ്റെ കരുതൽ വലുതാണ്. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ അല്പസമയ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഈ വർഷത്തിന്റെ ഒടുവിൽ അടുത്തൊരു പുതുവർഷത്തിലേക്ക് കയറുവാൻ ഒരു 48 മണിക്കൂർ കൂടെ നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനകളെ കേട്ട് ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ ദൈവ ശബ്ദത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ മനസ്സുകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുക. എന്തിനാ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ നിർബന്ധിക്കുന്നത്? ഈ 2024 ഒടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് പകൽ നമ്മളെ നിർബന്ധിക്കുക. എന്താ നിർബന്ധിക്കുക? എന്തിനാ നിർബന്ധിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയില്ലെങ്കിൽ നമ്മൾ നിർബന്ധിക്കും, പോകണം, നിർബന്ധമായി പോകണം. ട്യൂഷന് പോയില്ലെങ്കിൽ നമ്മൾ അവരെ എന്തു ചെയ്യും? നിർബന്ധിക്കും. എന്തിനാ ഇവന് ട്യൂഷന് പോകുന്നതെന്ന് ചിലപ്പോൾ അവൻ അറിയത്തില്ല, എന്തിനാ സ്കൂളിൽ പോകുന്നതെന്ന് അപ്പോഴവൻ അറിയത്തില്ല. പക്ഷേ അപ്പനും അമ്മയ്ക്കും അറിയാം ഇവൻ എന്തിനാ പഠിക്കുന്നത്. ഇവൻ്റെ ലൈഫ് സെറ്റാകണമെങ്കിൽ, അവൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇവന് പഠിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് അവനെ നിർബന്ധിക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുകയാണ്. എന്തിനാ? ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് പകൽ നമ്മളെ നിർബന്ധിക്കുകയാണ്. സ്തോത്രം. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഒടുവിലത്തെ സമയം വരുമ്പോൾ അത് വെളിപ്പെട്ടു വരും. എന്തിനാ ദൈവം നമ്മളെ നിർബന്ധിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരാളിരുന്ന് നിങ്ങളെ ചില വിഷയങ്ങളുടെ നടുവിലേക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ പോകുക. എന്താ? ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇന്ന് പകൽ നമ്മുടെ അകത്തൊരുവനിരിപ്പുണ്ട്, അവൻ നമ്മളെ നിർബന്ധിക്കുന്നത്. എന്താ? അടുത്ത വാക്യം പറയുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഒരുവൻ എന്ത് ചെയ്തു? മരിച്ചു. സ്തോത്രം. എല്ലാവരും മരിച്ചു.
എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിനു വേണ്ടി മരിച്ചപ്പോൾ ആരുകൂടെ മരിച്ചു? നമ്മളും മരിച്ചു. ജനിക്കുന്നതിന് മുൻപേ, സ്തോത്രം, ഞാൻ ഉരുവാകും മുമ്പേ എന്നെ കണ്ടു. ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ, സ്തോത്രം. നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ടോ? ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം നമ്മളെ എന്ത് ചെയ്തു? കർത്താവ് നമ്മളെ കണ്ടു. നമ്മൾ ജനിച്ചതിന് ശേഷമല്ല നമ്മൾ കർത്താവിനെ കണ്ടത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല നമ്മളെ കർത്താവിനെ കണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും സംഭവിച്ചത്. പക്ഷെ കർത്താവ് നമ്മളെ കണ്ടത് ഉലക സ്ഥാപനത്തിനു മുൻപേ ദൈവം നമ്മളെ എന്ത് ചെയ്തു? കർത്താവ് നമ്മളെ കണ്ടു. ലോക സ്ഥാപനത്തിനു മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ നമ്മളെ ദൈവം കണ്ടു. ചിലരൊക്കെ ഇങ്ങനെ അന്നോ പാസ്റ്ററെ ഇന്ന് പകൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ സ്തോത്രം സന്തോഷിക്കണം. ഇന്ന് ലോകത്ത് 800 കോടി ജനങ്ങളുള്ളപ്പോൾ അവരുടെ നടുവിൽ വെച്ച് ദൈവം നമ്മളെ ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ ഈ മണ്ണിൽ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മളെക്കാൾ സമ്പന്നന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല. ഇന്ന് പകൽക്കാലം നമ്മൾ സന്തോഷിക്കണം. കർത്താവേ, നിന്റെ കണ്ണെന്നെ കണ്ടല്ലോ. ഉലക സ്ഥാപനത്തിന് മുൻപേ എന്റെ യേശുവേ, നീ ഞങ്ങളെ കണ്ടല്ലോ. അതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രശംസിക്കാനുണ്ടെങ്കിൽ, പുകഴുവാനുണ്ടെങ്കിൽ, അഹങ്കരിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൽ വേണം സന്തോഷിക്കാൻ. ഉലക സ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മളെ കണ്ടു. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി സ്തോത്രം, ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ക്രിസ്തുവിനോടുകൂടെ എല്ലാവരും മരിച്ചെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ എല്ലാവരും ഉയർക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ സന്തോഷം അതാ. അവനോടുകൂടെ നമ്മൾ മരിച്ചെങ്കിൽ അവനോടുകൂടെ നമ്മളും ഉയർക്കും. അവനോടുകൂടെ നമ്മൾ പുനരുത്ഥാനത്തിൽ പങ്കുചേരും. ഇന്ന് പകൽ നമ്മുടെ സന്തോഷം അതാ. ഒരു കാറ് കിട്ടുമ്പോൾ, ഒരു വീട് കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം ഈ വചനത്തിനകത്ത് കിട്ടുന്ന സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവനോടുകൂടെ ഉയർപ്പിൽ നമുക്കും അവകാശം ദൈവം തന്നതോർത്താൽ ഇന്ന് പകൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. അടുത്ത് പറയാ, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് തന്നെ. എന്തിനാ ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത്? ഇത് ഒന്നും മനസ്സിലായില്ല. ഇന്ന് പകൽ ഇത് മനസ്സിലായിട്ടേ പോകാം. 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ദൂത് നമ്മുടെ അകത്ത് കത്തണം. 2025 ഞാൻ പറയാം, 2025 സ്തോത്രം, ഇതുവരെ കാണാത്ത ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയും നമ്മളത് അനുഭവിക്കുകയും ഞാൻ പറയാം, ചിലരുടെ ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കുന്നത് 2025 ഇന്നുവരെ കാണാത്ത ഒരു ശക്തമായ ഉണർവ്, ഇന്നുവരെ കാണാത്ത ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ 2025 ദൈവകുഞ്ഞേ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവം ചില പ്രവർത്തികളെ നിന്റെ വീട്ടിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ദേശത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവകുഞ്ഞേ നീ കാണത്തക്കവണ്ണം അത് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചില വാതിലുകളെ തുറക്കാൻ പോകുക. 2025 ദൈവകുഞ്ഞേ ഹല്ലേലൂയ. 2 ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് വിശുദ്ധ സഭാരാധനയിൽ പറഞ്ഞു, ഹല്ലേലൂയ, നീ 2025 പ്രവേശിക്കുന്നത് 2025 നീ ചാരത്തിൽ ചവിട്ടിയല്ല. 2024 നിന്റെ ലൈഫിൽ ചാരമാക്കി കളഞ്ഞത് 70 മടങ്ങ് നിന്റെ മുമ്പിൽ അത് ഉയർത്തെഴുന്നേറ്റു നിൽക്കുന്നത് നീ കണ്ടായിരിക്കും. 2025 യാത്ര
ഇന്ന് പകൽ ആ ദൂത് പിടിക്കാൻ ആമേൻ സ്തോത്രം വേണ്ടവർ മാത്രം പിടിച്ചാൽ മതി. ആമേൻ. ഇന്ന് പകൽ ഞാൻ പറയും എല്ലാവരോടുമല്ല, പക്ഷെ ഇന്ന് പകൽ ഈ ദൂത് പിടിക്കുന്ന ദൈവകുഞ്ഞേ, 2025 പലതും ചാരമായി, പലതും നഷ്ടപ്പെട്ടു, പലതും നിന്റെ മുമ്പിൽ ആമേൻ തകർന്നടിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് ആമേൻ ശത്രു പലതിനെയും നിന്റെ കൈവെള്ളക്കകത്തു നിന്ന് തട്ടിപ്പറിച്ചെങ്കിൽ 2025 നീ പ്രവേശിക്കുന്നത് ഹല്ലേലൂയ നഷ്ടങ്ങൾ കൊണ്ടല്ല. ആമേൻ. നഷ്ടത്തിനകത്തു നിന്ന് എൻ്റെ ദൈവം അതിനെ 70 മടങ്ങ് നീ കാണത്തക്കവണ്ണം ഹല്ലേലൂയ ഒരു ഉയർപ്പ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ അത് വിശ്വസിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ എൻ്റെ കണ്ണുകളെ ഞാൻ അതിനു വേണ്ടി ഒരുക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. 2024 ആമേൻ ഒത്തിരി തകർച്ചകൾ, ഒത്തിരി പരാജയങ്ങൾ, ഒത്തിരി വീഴ്ചകൾ, ഒത്തിരി സങ്കടങ്ങൾ, ഒത്തിരി കണ്ണുനീരുകൾ, ഒത്തിരി ഞെരുക്കങ്ങൾ, ആമേൻ സ്തോത്രം, ഒത്തിരി ഹല്ലേലൂയ രോഗങ്ങൾ, ദുഃഖങ്ങൾ പലതും ആമേ കണ്ണ എൻ്റെത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം 2025 ഇത് കാണാനല്ല, ഇതിനകത്തുനിന്ന് ചിലത് ആമേ എഴുന്നേറ്റ് നിൽക്കുന്നത്, ചിലത് ആമേ സ്തോത്രം കാണത്തക്കവണ്ണം ആമേ സ്തോത്രം യേശുവിൻ നാമത്തിൽ ആമേൻ എൻ്റെ കണ്ണ് കാണത്തക്ക നിലകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇന്ന് പകൽ എൻ്റെ കണ്ണൊരുങ്ങുകയാ. ദൈവ ശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കേൾക്കാൻ, ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ കേൾക്കാൻ ഇന്ന് പകൽ എൻ്റെ കാതുകൾ സജ്ജമാകിയ. ആമേൻ. 2025 ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ പറയും ദൈവകുഞ്ഞ് നിന്റെ കാലടക്കി വെക്കുവാൻ കഴിയാത്ത വിധം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിന്റെ കാലുകൾക്ക് വേഗത വർദ്ധിക്കാൻ പോകുക. Glory to God. ഇന്ന് പകൽ ഈ ദൂതൊക്കെ വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ പിടിക്കാൻ പ്രാപ്തിയുള്ളവൻ ഹല്ലേലൂയ പിടിച്ചോണം. ഹല്ലേലൂയ ആമേൻ. ഞാൻ പറയും ഇന്ന് പകൽ പറയും ദൈവകുഞ്ഞ് നിന്റെ കാലിന് വേഗത വരാൻ പോകുക. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. 2024 നിന്റെ കാലാമത്തിലിട്ട് പൂട്ടി ആമേൻ നിന്നെ പരിധികൾക്കകത്ത് ഒതുക്കിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയും 2025 ആമേൻ നിന്റെ കാലിൻ്റെ നുകങ്ങളെ ദൈവം തകർത്ത് ആമേൻ വിശ്രമമില്ലാതെ നിന്റെ കാലുകൾക്ക് വേഗത വർദ്ധിക്കും. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽ ലൈവിലൂടെ കാണുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക നിന്റെ വേഗത വർദ്ധിക്കാൻ പോകുക. നിന്റെ കാലുകളുടെ വേഗത, നിന്റെ കൈയുടെ വേഗത, നിന്റെ ശബ്ദത്തിന്റെ വേഗത. ശത്രു പറഞ്ഞതല്ല, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ശത്രു പറഞ്ഞ സകല ശബ്ദവും ഇന്ന് പകൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. 2024 നിന്റെ തലമുറയെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, ആമേൻ നിന്റെ ജോലിയെ നോക്കി, നിന്റെ ശുശ്രൂഷയെ നോക്കി ശത്രു പറഞ്ഞത് ഇന്ന് പകൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആമേൻ. കുഞ്ഞേ നിന്നെ കുറിച്ച് മനുഷ്യൻ പറയുന്നതല്ലെന്ന്, ശത്രു പറയുന്നതല്ല. ഹല്ലേലൂയ. മനുഷ്യൻ പലതും നിന്നെ കുറിച്ച് പറയും, പക്ഷേ ഇന്ന് പകൽ എൻ്റെ ദൈവം പറയുന്നു മനുഷ്യന്റെ വാക്കുകളെ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുകയാണ്. നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേഗത വർദ്ധിക്കും കേട്ടോ. ആമേൻ സ്തോത്രം. 2025 ഒരുങ്ങിക്കൊള്ളും, വേഗത വർദ്ധിക്കാൻ പോകുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ വേഗത വർദ്ധിക്കാൻ പോകുക. ആമേൻ. ദൈവത്തിനെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആമേൻ. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഈ പട്ടണത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. എൻ്റെ ദൈവം വേഗത വർദ്ധിപ്പിക്കും. അത് എനിക്കറിയില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാം നിന്റെ വേഗത വർദ്ധിക്കാൻ പോകുക. ഇന്ന് പകൽ ഹല്ലേലൂയ ആ കാലുകൾ ദൈവത്തിൻ്റെ തീ ഇന്ന് പകൽ കത്തുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കുക. ഇന്ന് പകൽ ശുശ്രൂഷ തലങ്ങളിൽ ഒരു വേഗത വർദ്ധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് സംഭവിക്കും, അത് സംഭവിക്കും. ആമേൻ. കർത്താവ് പറയാ ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ നിർബന്ധിക്കും.
എന്തിനു വേണ്ടിയാണ് നമ്മളെ നിർബന്ധിക്കുന്നത്? ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടില്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവന് വേണ്ടി എന്ന് പറഞ്ഞാൽ 2025 യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, യേശു ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ എന്ത് ചെയ്യുക? 2024 പോലെയല്ല, 2025 പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നിന്നെ എന്ത് ചെയ്യുക? ദൈവകുഞ്ഞെ നിന്നെ നിർബന്ധിക്കുക. എന്തിനാ? യേശുവിനെ പോലെ, യേശുവിന് വേണ്ടി ജീവിക്കാൻ. ഹല്ലേലൂയ. അവിടെ വചനം ഇങ്ങനെ പറഞ്ഞു, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. നമ്മുടെ ജീവിതത്തിന്റെ പരാജയം മുഴുവനും നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ജീവിതം കർത്താവ് അത് നടത്തും. അവന്റെ കരങ്ങളിൽ അത് സുരക്ഷിതമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നീ ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം വ്യർത്ഥവാ. പക്ഷെ തൻ്റെ പ്രിയനോ കർത്താവ് കൊടുത്താൽ അതിനോട് ഒന്നും ഒക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ദൈവം ഒരായുസ് അധ്വാനിക്കുന്ന ദൈവത്തിന് ഒരു നിമിഷം മതി നമ്മുടെ ജീവിതത്തിൽ തരാൻ. സ്തോത്രം. ഒരായുസ് സ്തോത്രം അധ്വാനിക്കുക, ഒരു നിമിഷം മതി എല്ലാം നഷ്ടമായി പോകാൻ. പക്ഷേ ഇന്ന് പകൽ കർത്താവിന് ഒരു നിമിഷം മതി. ഒരായുസ് ദൈവകുഞ്ഞ നീ അധ്വാനിക്കുക, ദൈവത്തിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറഞ്ഞു, ഇനി നിനക്കായിട്ടല്ല, നിനക്ക് വേണ്ടി മരിച്ചുയർത്തവന് വേണ്ടി നീ എന്ത് ചെയ്യണം? അതിനാ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന എന്തിനാ? ഹല്ലേലൂയ, യേശുവിന് വേണ്ടി ജീവിക്കാൻ. ഇന്ന് പകൽ ഒരു സമ്മർദ്ദം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടോ? യേശുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന എന്തിനാ? യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിനെ പോലെ സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:17 വായിക്കുമ്പോൾ, ന്യായവിധി ദിവസത്ത് നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുക. എന്തിനാ നിർബന്ധിക്കുന്നേ? ഹല്ലേലൂയ. ന്യായവിധി ദിവസത്ത് നമുക്ക് എന്തുണ്ടാകണം? ധൈര്യം ഉണ്ടാകണം. ഹല്ലേലൂയ. വചനം പറഞ്ഞു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാകണം? ധൈര്യമുണ്ടാകണം. എന്തിനാ അവിടെ നിൽക്കുമ്പോൾ ധൈര്യം? പ്രിയരെ, ഇന്ന് പകൽ നമ്മുടെ ധൈര്യം എന്താ? എൻ്റെ മകൾ നിസിയുടെ ധൈര്യം എന്താ അവളുടെ ധൈര്യം? എന്താ ആൻറ്റി? അവൾക്ക് അപ്പനുണ്ട്, അതൊരു ധൈര്യമാണ്. അവളുടെ അമ്മയുണ്ട്, അവൾക്കൊരു ധൈര്യമാണ്. അവൾക്കൊരു സഹോദരനുണ്ട്, അത് അവളുടെ ധൈര്യമാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്, അത് അവളുടെ ധൈര്യമാണ്. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ അവിടെ അപ്പനില്ല, അവിടെ അമ്മയില്ല, അവിടെ ഭാര്യയില്ല, അവിടെ ഭർത്താവില്ല. അവിടെ എന്ത് ചെയ്യണം? അവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. കർത്താവ് പറഞ്ഞു, അവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. ധൈര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ തികഞ്ഞിരിക്കണം. അല്പസ്നേഹം പോരാ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? തികഞ്ഞവരായിരിക്കണം. ഇന്ന് പകലൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞിരിക്കണം. ഒന്ന് പറഞ്ഞ് ക്രിസ്തു ഒന്ന് അടുത്തൊരാളിനോട് കൊടുത്താലും കുഴപ്പമില്ല. സ്വതം പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞിരിക്കണം. ഇന്ന് പകൽ സ്വത്രം വചനം പറഞ്ഞു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം 2025 സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എന്ത് ചെയ്യണമെന്ന്? തികഞ്ഞിരിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് 2025
2024 നമ്മൾ 10 രൂപ സ്വോത്രക്കാഴ്ച ഇട്ടു, അല്ലെങ്കിൽ 50 രൂപ സ്വോത്രക്കാഴ്ച ഇട്ടു, അമ്മ 2025 100 രൂപ ഇടും. അങ്ങനെ പ്രതീക്ഷിച്ചാണോ ദൈവം നമ്മളിലിരിക്കുന്നത്? കുഞ്ഞെ, നമ്മൾ കൊടുക്കുന്നതിലൊന്നും അല്ല ദൈവം നോക്കിയിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും, അത് വേറെ കാര്യം. ദൈവം നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ പട്ടണത്തിനകത്ത് ദൈവകുഞ്ഞെ നമ്മളിൽ ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? കർത്താവ് എന്താ പ്രതീക്ഷിക്കുന്നത്? സൺഡേ ആരാധനയ്ക്ക് വന്ന് നമ്മൾ കൈയടിക്കുന്നതോ പാട്ടുപാടുന്നതോ ഇതാണോ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, നിങ്ങൾ മിണ്ടുന്നില്ല, പറഞ്ഞേ, നമ്മൾ എങ്ങനെയായിരിക്കണം? തികഞ്ഞവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവരാകാൻ നമുക്ക് ഈ ജഡത്തിൽ ഇരിക്കുമ്പോഴേ പറ്റൂ. ഈ ലോകത്തെ സ്നേഹത്തിൽ ജീവിക്കാൻ, സ്നേഹിക്കാൻ ആർക്കേ പറ്റൂ? ഈ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന ആർക്കേ ഉള്ളൂ? നമുക്ക് മാത്രമേ പറ്റൂ. നമ്മുടെ സ്നേഹത്തിന് എന്തില്ല? സ്വാർത്ഥത. നിങ്ങളൊരു സ്വോത്രം പോലും പറയും, എന്തോ ഒരു ഡൗട്ടുള്ളതുപോലെ. ഞാൻ പറയാം, എൻ്റെ ജഡത്തിലെ സ്നേഹത്തിന് പരിധികളുണ്ട്, എൻ്റെ ജഡത്തിലെ സ്നേഹത്തിന് സ്വാർത്ഥതയുണ്ട്. പക്ഷെ എൻ്റെ അകത്തൊരുവൻ കിടന്നിങ്ങനെ നിർബന്ധിക്കുക. എൻ്റെ അകത്തൊരുവൻ ഇരിപ്പുണ്ട്. ഇന്ന് പകൽ അവനങ്ങോട്ട് വിട്ടുകൊടുക്കണം. ഈ ശരീരത്തെ അവനങ്ങോട്ട് വിട്ടുകൊടുക്കണം. ഈ ഹൃദയത്തെ അവനങ്ങോട്ട് വിട്ടുകൊടുക്കണം. ആമേൻ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട്, ആരുടെ ശബ്ദം കേട്ട്? ഇന്ന് പകൽ ഈ ദൈവവചന ശബ്ദം കേട്ട് ആരെങ്കിലും ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ, കർത്താവേ, ആമേൻ, 2025 നിന്റെ സ്നേഹത്തിൽ വസിക്കാൻ, നിന്റെ സ്നേഹത്തിൽ നടക്കാൻ, നിന്റെ സ്നേഹത്തിൽ ജീവിക്കാൻ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ എൻ്റെ ഹൃദയം തുറക്കുന്നെന്ന് ഇന്ന് പകൽ ആരെങ്കിലും പറഞ്ഞാൽ, എൻ്റെ ദൈവം പറയാ, ഞാൻ അവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഇന്ന് പകൽ ഒരുവൻ നമ്മളെ നിർബന്ധിക്കുകയും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ ധൈര്യമുണ്ടാകണമെങ്കിൽ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെല്ലാവരും മിണ്ടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പാസ്റ്റർ, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാ പാസ്റ്റർ. ഇനി പ്രത്യേകിച്ച് പാസ്റ്റർ അത് പറയേണ്ട കാര്യമൊന്നും, ഞങ്ങളെല്ലാവരും തികഞ്ഞ സ്നേഹത്തിൽ. ഹല്ലേലൂയ. നിങ്ങളെ മുഖം കാണുമ്പോഴേ എനിക്കറിയാം നിങ്ങളെല്ലാവരും തികഞ്ഞ സ്നേഹത്തിൽ വസിക്കുക. ഇന്ന് പകൽ ഹല്ലേലൂയ ഞാൻ പറയും, ഹല്ലേലൂയ, നമ്മുടെ ആകത്തൊരുവനിരുന്ന് വിങ്ങുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-26 വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. ഹലോ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം എന്ത് ചെയ്യുന്നില്ല? നാം അറിയുന്നില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, നിന്റെ തികഞ്ഞ സ്നേഹത്തിൽ നടക്കാൻ. ആര് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവ് പറയുക, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾക്കറിയില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, പരിശുദ്ധാത്മാവിനോട് ഇന്ന് പകൽക്കാലം നമുക്ക് ചോദിക്കാം, എന്താ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയും, ആമേൻ, സ്തോത്രം, കർത്താവേ, നിന്റെ സ്നേഹത്തിൽ തികഞ്ഞവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ അകത്തുനിന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ നോക്കി ഞാനൊരു ദൂത് പറയാ. നിന്റെ അകത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. അവന്റെ ആഗ്രഹം എന്താ? ആമേൻ, സ്തോത്രം, നിന്റെ പ്രാർത്ഥന, ദൈവമേ, ഈ ഭൂമിയിൽ നിന്റെ സ്നേഹത്തിൽ തികഞ്ഞവരായി, നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായി നടക്കുവാൻ എന്നെ ആമേൻ സഹായിക്കണമേ എന്ന് ആമേൻ പറയും. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാ. പരിശുദ്ധാത്മാവ് പറയാ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല. ആമേൻ, സ്തോത്രം. ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി ആമേൻ, സ്തോത്രം, പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക?
ഓ, ഒന്ന് ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങുകയാണ്. എന്തിനാ? നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നടത്താൻ. ഞാൻ പറയുന്നു, പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കറിയാം, ദൂത് പറയുന്ന പരിശുദ്ധാത്മാവിനെ അറിയാം, അന്യഭാഷ പറയുന്ന പരിശുദ്ധാത്മാവിനെ അറിയാം. പക്ഷേ ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ ഞരങ്ങുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കറിയാമോ? ദൈവകുഞ്ഞ, നിന്റെ അകത്തൊരു പരിശുദ്ധാത്മാവ് ഞരങ്ങുന്ന എന്തിനെന്നറിയാമോ? നിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നടത്തുക, നിന്നെ നിർബന്ധിക്കുകയാ. നിന്റെ അകത്തൊരുവൻ നിന്ന് നിന്നെ ഇങ്ങനെ പുഷ് ചെയ്യുക, നിന്നെ തള്ളുകയാ. എന്തിലേക്ക്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്. ഹല്ലേലൂയ, നമ്മളെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, ആമേൻ, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇതിനാൽ സ്നേഹത്തിൽ നമ്മൾ നമ്മോട് തികഞ്ഞവരായിരിക്കും. നമ്മൾ സ്നേഹത്തിൽ തികഞ്ഞവരായിരിക്കണം. എന്നാൽ അടുത്തു പറഞ്ഞു, അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ 2025 കർത്താവ് ഈ ലോകത്തിൽ ഇരുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യും? ദൈവത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവ് ഈ ലോകത്തിൽ ഇരുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം? എങ്ങനെ ഇരിക്കണം? ശ്രദ്ധിക്കുന്ന ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്? കർത്താവ് ഇരുന്നത് പോലെ എങ്ങനെ ഇരിക്കണം? തികഞ്ഞ സ്നേഹം. ആമേൻ. സ്നേഹം ഭയത്തെ പുറത്താക്കും. ഈ സ്നേഹം വെളിപ്പെട്ടാൽ പ്രശ്നങ്ങളില്ലെന്ന്. എവിടെ സ്നേഹത്തിന്റെ കുറവ് വരും, അവിടെയാ പ്രശ്നം. കർത്താവ് പറയാ, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ, ആമേൻ, സ്തോത്രം, ഈ ഭൂമിയിൽ ഞാൻ ഇരുന്നത് പോലെ നിങ്ങൾ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എങ്ങനെ ഇരിക്കണം? തികഞ്ഞ. 2025 നമ്മൾ കയറാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ നമ്മൾ കയറാൻ പോകുന്നത്? ക്രിസ്തുവിൻ്റെ തികഞ്ഞ. 2025 ഞാൻ പറയും, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. ദൈവത്തോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറ. ഞാൻ പറയും, നോഹ മാത്രമല്ല ദൈവത്തോട് കൂടെ നടന്നത്. ഇന്ന് പകൽക്കാലം നമ്മളും ദൈവത്തോട് കൂടെ നടക്കുന്ന, ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ഞാൻ പറയും, ദൈവത്തോട് കൂടെ നടക്കുന്നില്ല, ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു തലമുറ 2025 ആമേൻ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഈ പ്രവചനം പറയുമ്പോൾ, ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവത്തെ കൊണ്ട് നടക്കുന്ന ഒരു തലമുറയെ 2025 ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ, സാത്താന്യ സാമ്രാജ്യത്തിനകത്ത് നാടുകൾ സംഭവിക്കുകയാ. സാത്താന്റെ കോട്ടയ്ക്കകത്ത് ഒരു ബോംബ് വീണതുപോലെ, പിശാചേ, ഇനി നിനക്ക് കൊണ്ട് നടക്കാനല്ല, ഇനി നിന്റെ മുഖം വഹിക്കാനല്ല, യേശു ക്രിസ്തുവിന്റെ മുഖം വഹിക്കുന്ന, സ്നേഹത്തിന്റെ മുഖം വഹിക്കുന്ന ഒരു തലമുറ. ഇന്ന് പകൽ ഞാൻ പറയും, സ്നേഹത്തിന്റെ മുഖം വഹിക്കുന്ന ഒരു തലമുറ 2025 ആമേൻ എന്റെ കർത്താവ് ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിനകത്ത് ആമേൻ അടക്കാൻ പറ്റാത്തതുപോലെ ഒരു സന്തോഷം എൻ്റെ ഹൃദയത്തിനകത്ത് വരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ അത് ദർശിക്കുകയാണ്. ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ. ഞാൻ പറയും, നിങ്ങൾ പ്രതീക്ഷിക്കാത്തവർ, നിങ്ങളെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവകുഞ്ഞ, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് നീ പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത ആമേൻ ചിലരെ എൻ്റെ ദൈവം 2025 എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ആമേൻ. സ്നേഹത്തിൽ നടക്കുന്ന, സ്നേഹത്തിൽ തികഞ്ഞിരിക്കുന്ന ഒരു തലമുറയെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന, അവന്റെ സാമ്രാജ്യത്തെ ഉടയ്ക്കുന്ന, അവനിടുന്ന പദ്ധതികളെ ഞാൻ ഇന്ന് പകൽ പറയും. ഹല്ലേലൂയ. പിശാച് ഉണ്ടാക്കുന്ന ബോംബുകളെ നിർവീര്യമാക്കുന്ന ഒരു തലമുറ. മനസ്സിലായില്ല? ഒരു രാജ്യത്തെ തകർക്കാൻ, ഒരു പട്ടണത്തെ തകർക്കാൻ ആമേൻ, സ്തോത്രം, ബോംബ് ഉണ്ടാക്കി വെച്ചാൽ അതിനെ നിർവീര്യമാക്കുന്ന വേറൊരു സംഭവം ഉണ്ടാ. ഇന്ന് പകൽ ഞാൻ പറയും, ശത്രുവിൻ്റെ പദ്ധതികളെ നിർവീര്യമാക്കുന്ന ഒരു തലമുറ. ഓ, നിങ്ങൾക്കൊരു സ്വോത്രം പറയാൻ തോന്നുന്നില്ല. ആമേൻ. ലൈവിലൂടെ കാണുന്ന ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് സ്വോത്രം പറയുന്നുണ്ട്, എവിടെയൊക്കെ ഇരുന്ന് അന്യഭാഷ പറയുന്നുണ്ട്. ആമേൻ. ഏതൊക്കെ വീട്ടിനകത്ത് ഇപ്പോൾ ആമേൻ ആരാധന വെളിപ്പെടുന്നുണ്ട്. ആമേൻ. ഏതൊക്കെ വാഹനത്തിലിരുന്ന് കാണുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചോട്ടെ. ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ പദ്ധതികളെ നിർവീര്യമാക്കുന്ന ഒരു തലമുറയെ 2025 എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക.
പറയുകയാ, ദൈവകുഞ്ഞേ, നിന്റെ വീട്ടിനകത്ത് പിശാചിടുന്ന പദ്ധതിയെ നിർവീര്യമാക്കുന്ന ഒരു തലമുറയെ, ഒരു വ്യക്തിയെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. 2024 നീ കുടുംബമായി തകർന്ന്, കുടുംബമായി ഭാരപ്പെട്ട്, കുടുംബമായി വേദനപ്പെട്ട് ഒരാശ്വാസവാക്കിന് വേണ്ടി ആമേൻ നീ കരഞ്ഞില്ലേ, നീ ഉടഞ്ഞില്ലേ? ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കും. ശത്രുവിന്റെ കൂട് പൊളിക്കുന്ന, ശത്രുവിന്റെ പദ്ധതിയെ പൊളിക്കുന്ന നിന്റെ വീട്ടിനകത്ത് അഭിഷേകത്തിൽ ചിലരിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ആമേൻ. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ആമേൻ ശത്രു വിട്ടിരിക്കുന്ന പദ്ധതികൾ, നിനക്ക് വിരോധമായി ശത്രു വിട്ടിരിക്കുന്ന പദ്ധതികൾ ഇന്ന് പകൽക്കാലം നിർവീര്യമാകിയ, നിന്റെ തലമുറയ്ക്ക് വിരോധമായിട്ടിരിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകൽ നിർവീര്യമാകിയ, 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 നിർവീര്യമാകുന്നു, നിർവീര്യമാകുന്നു. ശത്രുവിന്റെ ദൂഖങ്ങൾ, അവന്റെ ആമിക്കയറുകൾ ഇന്ന് പകൽ നിർവീര്യമാകിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ആമേൻ. യേശു ഈ ഭൂമിയിൽ ഇരുന്നത് പോലെ ഇരിക്കുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ, യേശു സ്നേഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ കന്നത്തടിച്ചിട്ടും മറുപടി പറയാതെ ക്ഷമയോടെ നിന്ന് അവനെ കൂടെ നിത്യതയിൽ എത്തിക്കുന്ന ഒരു തലമുറ. പ്രതികരിക്കാത്ത, ഹല്ലേലൂയ, ശരീരം കൊണ്ട് പ്രതികരിക്കാത്ത, ആമേൻ, ജഡം കൊണ്ട് പ്രതികരിക്കാത്ത, ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറയെ ആമേൻ 2025 എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൂതൊക്കെ പറയുമ്പോൾ പറഞ്ഞ, കർത്താവേ, അതെൻ്റെ തലമുറയായിരിക്കണം, അത് ഞാനായിരിക്കണം. കർത്താവ്, അത് ഞാനായിരിക്കണം, എൻ്റെ തലമുറയായിരിക്കണം. ഈ ദൂത് പിടിക്കുന്ന ദൈവകുഞ്ഞെ, ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുക, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, നീ അത്ഭുതങ്ങളെ കാണും. നിന്റെ കണ്ണ് തിന്മയല്ല, നിന്റെ കണ്ണ് നന്മ കാണും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്ര. ശത്രുവാ പറഞ്ഞത്, ഇനി നിനക്ക് ഉയർച്ചയില്ല, ഇനി നിനക്ക് രക്ഷയില്ല, ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, വാതിലുകൾ അടഞ്ഞു, പിശാചു പറഞ്ഞതല്ലേ ആമേൻ 2024 കേട്ടത്. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ പരിശുദ്ധാത്മാവ് പറയുക, ഇനി നീ കേൾക്കാൻ പോകുന്നത് ആമേൻ പിശാചിന്റെ ശബ്ദമല്ല, നിന്റെ അകത്തൊരുവൻ ആമേൻ ഞരങ്ങുന്ന ഒരുവനുണ്ട്. അവൻ നിന്നെ നിർബന്ധിക്കുന്നത് തകർച്ചയിലേക്കല്ല. ഇന്ന് പകൽ അവൻ നിന്നെ നിർബന്ധിക്കുന്നത് അവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അവൻ നിന്നെ നിർബന്ധിക്കുകയാണ്. ആമേൻ. അടുത്ത വാക്യം പറഞ്ഞു, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അതിൻ്റെ 16ാമത്തെ വാക്യം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 2025 ആമേൻ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കുന്ന, ഞാൻ ആത്മാവിൽ പറയുക, ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറ 2025 എൻ്റെ കർത്താവ് ഈ പട്ടണത്തിനകത്ത് എഴുന്നേൽക്കും. ഹല്ലേലൂയ, ആമേൻ. ജഡത്തിൽ സഞ്ചരിക്കുന്നവരല്ല, ആത്മാവിൽ സഞ്ചരിക്കുന്ന, ആത്മാവിൻ്റെ നിയോഗത്തിന് മാത്രമേ അവർ മൈൻഡ് ചെയ്യത്തുള്ളൂ. ജഡത്തിലെ സംസാരങ്ങൾ, ജഡത്തിലെ ചിന്തകൾ, ജഡത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ ആ ഏരിയ വിട്ടുപോകും. ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറ, ആത്മാവിൽ പാടുന്ന ഒരു തലമുറ, ആത്മാവിൽ പ്രസംഗിക്കുന്ന ഒരു തലമുറ, ആത്മാവിൽ ചിന്തിക്കുന്ന ഒരു തലമുറ. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. 16ാം വാക്യം പറഞ്ഞു, ആകയാൽ ആമേൻ, പൗലോസ് പറയാ, ആമേൻ, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ആമേൻ പൗലോസ് പറയാ, ആമേൻ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിൽ ഇനിമേൽ അവനെ എന്ത് ചെയ്യുന്നില്ല. ഓ ഹല്ലേലൂയ. ആത്മാവിൽ സഞ്ചരിക്കുന്നവൻ ജഡപ്രകാരം എന്ത് ചെയ്യത്തില്ല, ജഡപ്രകാരം പ്രതികരിക്കത്തില്ല, ജഡപ്രകാരം കാണത്തില്ല, ജഡപ്രകാരം നോക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ യേശുവിൻ്റെ കൂടെ ഒരു കൂട്ടം ജനം വന്നിട്ട് ആമേൻ ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് യേശുവിൻ്റെ പുറകെ ഒരു കൂട്ടം പേർ കൂടിയിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, യേശുവേ, ആമേൻ, ഹല്ലേലൂയ, നീ നല്ലവൻ, നീ വിശ്വസ്തൻ, ആമേൻ, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. ആമേൻ. കാരണം 5 അപ്പം ആമേൻ, സ്തോത്രം, കർത്താവിൻ്റെ കയ്യിൽ കിട്ടി. അത് ഹല്ലേലൂയ, ആമേൻ, 10,000-20,000 പേർക്ക് കൊടുത്തു. അവരെല്ലാം തിന്ന് തൃപ്തരായി. കർത്താവ് പറയാ, എല്ലാവരും തിന്നു. സ്തോത്രം. ആമേൻ. ദൈവം തന്നാൽ എന്തുണ്ടാകും?
തൃപ്തി ഉണ്ടാകുമെന്ന്. സ്വത്രം. മനുഷ്യൻ തന്നാൽ തൃപ്തി ഉണ്ടാകുകയില്ല, അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം ഒരുവന് കൊടുക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരുവൻ്റെ ജീവിതത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വചനം പറഞ്ഞു തൃപ്തി ഉണ്ടാകുമെന്ന്. അവർ തിന്ന് തൃപ്തരായി. ആമേൻ തൃപ്തരായപ്പോൾ ആമേൻ പറഞ്ഞു, നീയാണ് ഞങ്ങളുടെ രാജാവ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത നിമിഷം കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവൻ്റെ അപ്പമാകുന്നു. അത് പറഞ്ഞപ്പോൾ സ്വഭാവം മാറി. ഹല്ലേലൂയ. അവർ പറഞ്ഞു, അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നീ ജീവൻ്റെ അപ്പമൊന്നും ആകണ്ട, ഞങ്ങൾക്ക് പിള്ളേരെ കയ്യിലിരിക്കുന്ന അപ്പത്തെ എന്ത് ചെയ്യണം, എന്നാൽ നീ ഞങ്ങളുടെ രാജാവ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് പിടിച്ചില്ല. അവർ മാറി നിന്നിട്ട് പറഞ്ഞു, ഈവൻ യോസേപ്പിൻ്റെ, അതുവരെ പറഞ്ഞു ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ആമേൻ സ്തോത്രം, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആമേൻ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇത് പറയാൻ നീ ആരാ, നീ സ്വർഗത്തിൽ നിന്ന് വന്നാണോ, നീ നമ്മുടെ യോസേപ്പിൻ്റെ മരപ്പടിക്ക് പോകുന്ന യോസഫില്ലേ, ആ യോസഫിൻ്റെ പക്ഷേ ആത്മാവിൽ സഞ്ചരിക്കുന്നവൻ പറയും, ഇവ യോസഫിൻ്റെ വീട്ടിലുള്ളതല്ല, ഇവൻ മറിയയുടെ മകനുമല്ല, ഇവ സ്വർഗത്തിൽ നിന്ന് വന്നതാ. ഞാൻ ഇന്ന് പകൽ പറയും, ആമേൻ, സ്വർഗത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുന്ന ഒരു തലമുറ, സ്വർഗത്തിൻ്റെ വെളിപ്പാടുകളെ പിടിക്കുന്ന ഒരു തലമുറയെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. അപ്പോൾ പൗലൂസ് പറയാ, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവരായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആരെയും ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സ്വോത്രം പറയാൻ പറ്റുന്നുണ്ടോ? പൗലോസ് പറയാ, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞിരിക്കുന്നത് കൊണ്ട് ജഡപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ആരെയും അറിയുന്നില്ല. യേശു ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു. 33 തിരുവയസ്സ് വരെ ജീവിച്ചിരുന്ന യേശുവിനെ ജഡപ്രകാരം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ അറിയുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അറിഞ്ഞു. എങ്കിൽ ഇനിമേൽ അവൻ ഉയർത്തെഴുന്നേറ്റത് മുതൽ ഇനിമേൽ ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല. ഞങ്ങൾ യോസഫിൻ്റെ മകനെന്നല്ല ഞങ്ങൾ അറിയുന്നത്, ഞങ്ങൾ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ആമേൻ സ്തോത്ര ഹല്ലേലൂയ, വിശ്വസിക്കുന്നു. അടുത്ത വാക്യം, ആമേൻ സ്തോത്ര ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ ആമേൻ പുതിയ സൃഷ്ടി. ഒരുവൻ ക്രിസ്തുവിലായാൽ ആമേൻ. അടുത്ത് പറയുന്നു, പഴയത് എന്ത് ചെയ്തു, കഴിഞ്ഞ് അത് പോയി. അടുത്ത വചനം, ഇതാ അത് പുതിയതായി. 2025 പഴയതെല്ലാം എന്ത് ചെയ്യാൻ പോവാം, പഴയ പരാജയം എന്ത് ചെയ്യാൻ പോവാം, പഴയ താഴ്ച എന്ത് ചെയ്യാ, കഴിഞ്ഞ് ഇനി അതിലോട്ട് എന്ത് ചെയ്യരുത്, തിരിഞ്ഞ്. ഹലോ, പഴയത് എന്ത് ചെയ്തു, പഴയ പരാജയം ആമേൻ സ്തോത്രം കഴിഞ്ഞു പോയി, പഴയ ഞെരുക്കം കഴിഞ്ഞു പോയി, പഴയ രോഗം 2024 ഉണ്ടായിരുന്ന രോഗം നമ്മൾ ആരാ, നമ്മൾ പുതിയ സൃഷ്ടിയാ. ആണോ? ആരൊക്കെ എന്നോട് ചോദിക്കുന്ന ആണോ അല്ലേ? നമ്മളാരാ? അടുത്തിരിക്കുന്ന ഒരാളിന് കരം കളഞ്ഞ് നമ്മൾ പുതിയ സൃഷ്ടിയാ. പഴയത് കഴിഞ്ഞു പോയി, പഴയത് കഴിഞ്ഞു പോയി. ആമേൻ. പഴയ രോഗം കഴിഞ്ഞു പോയി, പഴയ ശാപം കഴിഞ്ഞു പോയി, പഴയ പരാജയം കഴിഞ്ഞു പോയി, പിതൃപാരമ്പര്യത്തിൻ്റെ ശക്തികൾ കഴിഞ്ഞു പോയി. പഴയ രോഗം പോയതോട് പഴയ മുടക്കവും കഴിഞ്ഞു പോയി. 2025 നമ്മൾ ആരായിട്ടാണ് കയറാൻ പോകുന്നത്? പഴയതും വെച്ചുകൊണ്ട് ആരും എന്ത് ചെയ്യും? പഴയത് കഴിഞ്ഞു പോയി. പഴയത് കഴിഞ്ഞു പോയപ്പോൾ ഇതാ എല്ലാം സ്തോത്രം. ഞാൻ ഇന്ന് പകല് പ്രവചനം പോലെ പറയാം. പഴയത് കഴിഞ്ഞു പോയാൽ പിന്നെ ഉള്ളതെല്ലാം എന്തായി മാറും? ഇനി പഴയത് നമ്മൾ കാണത്തില്ല. ഇനി കാണുന്നത് എന്താ? ആണോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് പഴയ പരാജയമല്ല,
അടഞ്ഞു കിടക്കുന്ന വാതിലുകളല്ല. നമ്മളിനി കാണാൻ പോകുന്നത് എന്താ? അയ്യോ, പുതിയ സൃഷ്ടിയാണോ? വാതിലുകൾ എന്തു ചെയ്യും? വാതിലുകൾ എന്തു ചെയ്യും? വാതിലുകൾ എങ്ങനെ തുറക്കും? ഞാൻ പറയും, വാതിലുകൾ സ്വതവേ. വാതിലുകൾ എങ്ങനെ തുറക്കാൻ പോകുന്നേ? 2025 കുഞ്ഞെ, നീ ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് അതിനകത്തോട്ട് പ്രവേശിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ നോക്ക് ഞാൻ പ്രവചിച്ചു പറയും, വാതിലുകൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ സ്വതവേ തുറക്കും. ഇരുമ്പാടാമ്പുകൾ നിങ്ങളുടെ മുമ്പിൽ സ്വതവേ തുറക്കും. വാതിലുകൾ തുറക്കും, സ്വതവേ തുറക്കും. നീ നടന്നു ചെല്ലുമ്പോ ആമേൻ ഹല്ലേലൂയ, നിനക്ക് മുമ്പേ കർത്താവിന്റെ ദൂതൻ നിനക്ക് മുമ്പേ നടക്കും. കാരണം നീ പുതിയ സൃഷ്ടിയാ. പുതിയ സൃഷ്ടിയെ ഒന്നിനും ഒതുക്കാൻ കഴിയത്തില്ല, ഒരു ചങ്ങലയ്ക്ക് ഒതുക്കാൻ കഴിയത്തില്ല, ആമത്തിന്റെ നുകത്തിന് ഒതുക്കുവാൻ കഴിയത്തില്ല. ദൈവകുഞ്ഞേ, ഇന്ന് പകൽ ഞാൻ ഇത്രയും ശബ്ദത്തിൽ കാറിക്കൂവി വിളിച്ചു പറയുമ്പോൾ ദൈവകുഞ്ഞെ, നീ വായടക്കി, നീ മിണ്ടാതിരിക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ വാതിലുകൾ സ്വതവേ തുറക്കുവാൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. പത്രോസേ, നീ കാരാഗൃഹത്തിനകത്താണെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങും. ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെയൊക്കെ അടുക്കൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങുകയാ. ആമേൻ ദൈവകുഞ്ഞേ, ആമേൻ. ഇന്ന് പകൽ ആമേൻ, നീ മൗനമായിരിക്കാതെ ദൂതനൊരു ദൂത് പറയാനുണ്ട്. ആമേൻ. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, എഴുന്നേൽക്കുക, നിന്റെ പുതപ്പെടുക്കുക, ആമേൻ, നടക്കുക. ഇന്ന് പകൽ ആമേൻ, ശത്രു നിന്റെ ജീവിതത്തെ നോക്കി നടക്കത്തില്ലെന്ന് പറഞ്ഞത് ഇന്ന് പകൽ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി പറയും, ആമേൻ, നടക്കുക. ആമേൻ. വാതിലുകൾ നിന്റെ മുമ്പിൽ സ്വതവേ തുറക്കാൻ ഭാഗ്യ. എന്ന് പകൽ കർത്താവിന്റെ ദൂതൻ നിന്റെ കാരാഗൃഹത്തിൽ ഇറങ്ങുകയാ. ആമേൻ. 2024 നിന്നെ ഒതുക്കി വെച്ചത്, ആമേൻ, നിന്നെ അടച്ചു വെച്ചത്, നിന്റെ സന്തോഷത്തെ, നിന്റെ സമാധാനത്തെ, നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളെ, നിന്റെ ആത്മീക മണ്ഡലങ്ങളെ ശത്രു എവിടെയല്ല ഒതുക്കി വെച്ചോ, ഇന്ന് പകൽ കർത്താവിന്റെ ദൂതൻ ഇന്ന് പകൽ ഇറങ്ങുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ ദൂതൻ നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ വാതിലുകൾ അടച്ചു വെച്ചത്, ആമേൻ, ഇന്ന് പകൽ എന്റെ കർത്താവ് പറയാ, ആ വാതിലുകളെ തുറക്കാൻ പോവുകയാ. 2025 വാതിലുകൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ സ്വതവേ ഇന്ന് പകൽ ഞാൻ പറയും, ആമേൻ, നമ്മുടെ മുമ്പിൽ വാതിലുകൾ സ്വതവേ തുറക്കാൻ പോവുക. ആമേൻ. ഈ 2025 നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ടാണ് കയറുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവരായിട്ടാണ് കയറുന്നെങ്കിൽ, നിങ്ങളെ നോക്കി 1-2 ദൂതുകൂടെ എനിക്ക് പറയാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. സ്വതവേ നമ്മുടെ വാതിലുകൾ ആമേൻ തുറക്കാൻ പോവുക. ഹല്ലേലൂയ. കാരണം ഈ പുതിയ സൃഷ്ടിയുടെ മുമ്പിൽ ഒന്നിനും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഒരു ആമേ സ്തോത്രം. ദൈവകുഞ്ഞെ, ആമേ, പഴയത് കഴിഞ്ഞു പോലും കർത്താവ് പറയുക, ആ പൗലൂസ് പറയുക, ആമേ സ്തോത്രം, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ജഡപ്രകാരം അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം ഞങ്ങൾ ഇനി ആരെ എന്ത് ചെയ്യുന്നില്ല. സ്തോത്രം. ന്യായപ്രമാണ പ്രകാരം ഞങ്ങൾ ഇനി ആരെയും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം ഹല്ലേലൂയ, കണ്ണിന് പകരം കണ്ണ്, ആമേ സ്തോത്രം, കൈക്ക് പകരം കൈ, പ്രാണന് പകരം പ്രാണൻ, പകരത്തിന് പകരം. ആമേ പൗലൂസ് പറയുക, ഇനി ന്യായപ്രമാണ പ്രകാരം ഞങ്ങൾ ആരെയും എന്ത് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഇനി അതൊന്നും നമ്മുടെ വിഷയമല്ലെന്ന്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇനി ഞങ്ങൾ ആരായി മാറുക? ഞങ്ങൾ പുതിയ സൃഷ്ടിയായി മാറുക. പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത എന്താ? അടിച്ചാൽ മിണ്ടാതെ നിൽക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പക്ഷെ ഒരു കാര്യം, അടിക്കുന്നവനെ കൊണ്ടേ പോകും. അടിക്കുന്നവനെ സ്വർഗത്തിൽ കൊണ്ടേ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അടിക്കുന്നവനെ കൊണ്ടേ എന്ത് ചെയ്യത്തുള്ളൂ? അവനെ നിത്യതയിൽ കൊണ്ടേ പോകത്തുള്ളൂ. ആമേൻ. അടിച്ചാൽ നമ്മുടെ തലയ്ക്കൊരു കിരീടം.
ഹല്ലേലൂയ. പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം, ഒരുവൻ നമ്മളെ ആമേൻ അടിച്ചാൽ, ഒരുവൻ നമുക്ക് വിരോധമായി നിന്നാൽ അവനെ കൊണ്ടേ പോകാവൂ. അവൻ നമ്മുടെ തലയ്ക്ക് കിരീടമാണ്, അവൻ നമ്മുടെ തലയ്ക്കൊരു നക്ഷത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ ആമേൻ യേശു ഇരുന്നത് പോലെ നമ്മൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തിൽ തികഞ്ഞവരായി. ഞാൻ ആമേൻ സ്തോത്രം ദൈവമക്കളെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്കറിയില്ല പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ പറയുക. 2025 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവരായിട്ടാണ് നിങ്ങൾ അതിനകത്തോട്ട് പ്രവേശിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങൾ പാമ്പുകളെ തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും കുഞ്ഞെയും നീ അതിനെ ചവിട്ടും. നിന്റെ കുടുംബത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ നീ ചവിട്ടും. നിന്റെ വാതിലുകൾ അടയ്ക്കുന്ന നീ ചവിട്ടും. ആമേൻ സ്തോത്രം, നീ ഹല്ലേലൂയ ചവിട്ടും. ആമേൻ വചനം പറയുന്നു, ആമേൻ സ്തോത്രം, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? നീ മെതിച്ചു കളയും. 2024 ആമം നിന്റെ ജീവിതത്തെ വിഴുങ്ങാൻ, നിന്റെ സമാധാനത്തെ വിഴുങ്ങാൻ, നിന്റെ സമ്പത്തിനെ വിഴുങ്ങാൻ 2024 വന്ന് ആമൻ പെരുമ്പാമ്പിനെയും ആമൻ ബാലസിംഹത്തെയും നീ ചവിട്ടും. നീ അതിനെ മെതിക്കും, നീ അതിനെ മെതിക്കും. ഇന്ന് പകൽ ആ കാതുകളിലേക്ക് ഒരു അധികാരത്തിന്റെ പകർച്ച. ഓ കുഞ്ഞെ, നീ പുതിയ സൃഷ്ടിയാണോ? നീ ചിലതിനെ ചവിട്ടും, നീ ചിലയിടത്തും നടക്കും. നീ നടന്ന് ചെല്ലുമ്പോൾ വാതിലുകൾ തുറക്കും. ഇരുമ്പോടാമ്പലുകൾ നിന്റെ മുമ്പിൽ തുറക്കുന്നത് നീ കാണും, നീ കാണും, നീ കാണും, നീ കാണും. ശത്രുവിന്റെ പ്രതീക്ഷകൾ ആമേൻ നിന്നെ വിട്ടുപോകും. ഹല്ലേലൂയ. യാക്കോബിനെ കൊന്നെങ്കിൽ പത്രോസിനെ കൊല്ലാൻ പറ്റുകയില്ല. ആമൻ മറ്റുള്ളവർക്ക് വന്നത് നിന്റെ വീട്ടിനകത്ത് വരത്തില്ല, നിന്റെ കുടുംബത്തിൽ വരത്തില്ല, നിന്റെ തലമുറക്കകത്ത് വരത്തില്ല. നീ പുതിയ സൃഷ്ടിയാ. നീ വാതിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, നീ വാതിൽ തുറക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നീ പുതിയ സൃഷ്ടിയാണോ? നീ നടന്നാൽ മതി, നിന്നോട് കൂടെ വരുവൻ നടക്കും. ഓ ക്രിസ്തുവിനെ ചുമക്കുന്ന ഒരു തലമുറ, അവന്റെ വിശുദ്ധിയെ ചുമക്കുന്ന ഒരു തലമുറ, അവന്റെ സ്നേഹത്തിൽ തികഞ്ഞൊരു തലമുറ, അവന്റെ സ്നേഹത്തിൽ നടക്കുന്ന ഒരു തലമുറ. പിശാചിന്റെ കൂട് പൊളിക്കുന്ന ഒരു തലമുറ, അവന്റെ കോട്ടകളെ ഇടിക്കുന്ന ഒരു തലമുറ, അവന്റെ പദ്ധതികളെ ഉടക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വല വീശി ആമേൻ ശത്രു കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞ് നിനക്ക് നേരെ വല വീശിയെങ്കിൽ അതിനേക്കാൾ ഒരു വലിയ വല ആമേൻ കർത്താവ് നിന്റെ കരത്തിൽ തന്നിട്ടുണ്ട്. ദൈവരാജ്യമെന്ന വല നീ വീശാൻ പോവുകയാ. ആമേൻ. ദൈവരാജ്യമെന്ന വല നീ വീശാൻ പോവുകയാ. നല്ല വകയെല്ലാം നിന്റെ വലക്കകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു പെരുപ്പ, ഒരു പെരുത്ത മീൻകൂട്ട് നിന്റെ വലക്കകത്ത് കയറാൻ പോവുകയാ. ദൈവരാജ്യമെന്ന വലക്കകത്ത് ഇനി നിന്റെ പടക് ശൂന്യമാകത്തില്ല, ഇനി നിന്റെ വല ശൂന്യമാകത്തില്ല. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, ഇനി നിന്റെ പേഴ്സ് കാലിയാകത്തില്ല, ഇനി നിന്റെ അക്കൗണ്ട് കാലിയാകത്തില്ല. ആമേൻ. ഇനി ആമേൻ സ്തോത്രം, നിന്റെ അകത്തൊരു സമൃദ്ധി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ പുതിയ സൃഷ്ടിയാണോ? നീ പുതിയ സൃഷ്ടിയാണോ? നിനക്ക് വേണ്ടുന്ന ജീവനും ഭക്തിക്കുമുള്ളത് നിന്റെ കാൽ ചുവട്ടിൽ എൻ്റെ ദൈവം കൊണ്ടുവരും, നിന്റെ കാൽ ചുവട്ടിൽ കൊണ്ടുവരും. നീ അന്വേഷിച്ചിറങ്ങുന്നതിന് മുമ്പ് അത് നിന്റെ കാൽ ചുവട്ടിൽ വന്നിരിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇന്ന് പകൽ ഒരുവൻ നിങ്ങളുടെ അകത്തിരുന്ന് നിർബന്ധിക്കുകയാണ്. എന്തിനാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത്? ക്രിസ്തുവിൻ്റെ തികഞ്ഞ സ്നേഹത്തിൽ വസിക്കാൻ, ശത്രുവിൻ്റെ കൂടുകളെ പൊളിക്കാൻ. ഓ, നീ ആ സ്നേഹത്തിലാണോ ഇരിക്കുന്നത്? നിന്നെ തൊടാൻ പറ്റുകയില്ല, നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു ദുർവർത്തമാനത്തിനും കുഞ്ഞെ നിന്നെ തൊടാൻ പറ്റത്തില്ല. ഓ, പിശാചിൻ്റെ ഒരു തന്ത്രങ്ങൾക്ക് നിന്നെ തൊടാൻ പറ്റാതില്ല. ഓ, നീ ഒരു സ്നേഹത്തിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഒരു കവറിങ്ങിലാണ് നീ ഇരിക്കുന്നേ. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. Hallelujah. ഇന്ന് പകൽ ഒരു തീരുമാനമെടുത്ത് ഇന്ന് പകൽ ആ സ്നേഹത്തിലോട്ടൊന്ന് കയറുകയും ഹല്ലേലൂയ ആ ക്രിസ്തുവിൻ്റെ തികഞ്ഞ സ്നേഹത്തിൽ ഓ കർത്താവ് ഈ ഭൂമിയിൽ ഇരുന്നത് പോലെ
കുഞ്ഞേ, നിന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. നിന്നെ കാണുന്നവൻ യേശുവിൻ്റെ മഹത്വം അറിയണം. ആമേൻ. നീ നടന്നാൽ വാതിലുകൾ തുറക്കും. നീ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇനി ഒരു ശത്രുവും നിന്റെ മുകളിലല്ല. നിന്നെ വിഴുങ്ങാൻ വരുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ആമേൻ സ്തോത്രം നീ മെതിച്ചു കളയും. നിനക്കൊരു ദോഷവും അത് വരുത്തത്തില്ല. നീ അതിനെ ചവിട്ടും. ഇന്നലകളിൽ നിന്റെ കുടുംബത്തെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ, നിന്നെ ചവിട്ടാൻ വന്ന, നിന്നെ വിഴുങ്ങാൻ വന്നതിനെ നീ ചവിട്ടും. നീ അതിനെ മെതിച്ചു കളയും. കാരണം നിന്റെ മേലൊരു അധികാരമുണ്ട്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഇല്ല, നിന്റെ അകത്തൊരു സ്നേഹനിധിയായവൻ ഇരിപ്പുണ്ട്. അവൻ നിന്നെ നിർബന്ധിക്കുന്നു. ഓ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ അത് ആത്മാവിൽ കാണുകയാ. 2025 ശത്രുവിൻ്റെ കൂട് പൊളിക്കുന്നൊരു തലമുറ, അവൻ്റെ തന്ത്രങ്ങളെ പൊളിക്കുന്ന ഒരു തലമുറ. 2024 അവൻ്റെ തന്ത്രങ്ങളിൽ കുഞ്ഞെ നീ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയെങ്കിൽ 2025 നിൻ്റെ കൈകൊണ്ട് അവനെ കൊടുക്കും. ആമേ സ്തോത്രം. അവൻ്റെ തന്ത്രങ്ങളെ പൊളിക്കും, അവൻ്റെ പദ്ധതികളെ പൊളിക്കും. ആമേ സ്തോത്രം. നീ ഒരായുധമാണ്. ആമേ, ശത്രുവിൻ്റെ കയ്യിൽ നീ ഒരായുധമല്ല, ശത്രുവിനെ പൊളിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലെ ആയുധമാണ്. ഈ പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2024 ഈ അവസാന ആരാധന ഒരു പുതിയ തീരുമാനത്തോടെ 2025 പ്രവേശിച്ച് ദൈവം ഇരുന്നത് പോലെ ഈ പട്ടണത്തിനകത്തിരുന്ന അവൻ്റെ സ്നേഹത്തിൽ തികഞ്ഞവരായി അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി അനേകം തകർന്നു കിടക്കുന്നവനെ പണിയുവാൻ, അനേകം തകർന്നു കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കർത്താവിൻ്റെ പകരക്കാരനായി നിങ്ങളെ ദൈവം കണ്ടിരിക്കയാൽ ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം.